കൊട്ടാരക്കരയിലെ മാവടി എന്ന ചെറുഗ്രാമത്തിൽ നിന്നും സംസ്ഥാന മന്ത്രിപദത്തിലേക്ക് ഓരോ ചുവടിലും രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന യാത്ര. PC വിഷ്ണുനാഥ് എന്ന യുവ നേതാവിന്റെ ആദ്യ മന്ത്രിസ്ഥാനത്തേക്കുള്ള പ്രയാണത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. 48-ാം വയസ്സിൽ തന്നെ തേടിയെത്തിയ ഈ മന്ത്രിസ്ഥാനം ഇരു കൈയും നീട്ടി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ യുവ നേതാവ് ഏറ്റെടുത്തത്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ KSU യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച PC വിഷ്ണുനാഥ് KSU സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. PC വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. PT തോമസ് ചെയർമാനായിരുന്ന മാനവ സംസ്കൃതിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. AICC സെക്രട്ടറി ആയിരിക്കെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നിർണായക ഘട്ടങ്ങളിൽ പാർട്ടി ചുമതല വഹിച്ചിരുന്നു. 2006 ആദ്യമായി ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2006 നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു PC വിഷ്ണുനാഥ്. 2011-ലും 2016-ലും ചെങ്ങന്നൂരിൽ നിന്ന് തന്നെ ജനവിധി തേടിയെങ്കിലും 2016-ൽ പരാജയപ്പെട്ടു. 2021-ൽ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് മുൻമന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തി വീണ്ടും നിയമസഭയിലെത്തി. നിലവിൽ KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. പുത്തൂർ മാവടി പാലോട്ട് വൈഷ്ണവം വീട്ടിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരനായിരുന്ന പരേതനായ ചെല്ലപ്പൻ പിള്ളയുടെയും ലീലയുടെയും ഇളയ മകനാണ്. പ്രശസ്ത കന്നഡ കവിയത്രിയും എഴുത്തുകാരിയുമായ കനകാഹാമയാണ് ഭാര്യ. അന്നപൂർണേശ്വരി ദേവിയാണ് മകൾ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.